നമസ്കാരം. പ്രധാന വാർത്തകൾ. സോളാർ സമരത്തിൽ നിന്ന് CPIM തലയൂരിയെന്ന് വെളിപ്പെടുത്തൽ മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിൽ. ഒത്തുതീർപ്പ് ശ്രമം ജോൺ ബ്രിട്ടാസ് വഴിയെന്നും സമകാലിക മലയാളത്തിൽ ലേഖനം. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പ്രതി രാഹുൽ ജർമ്മനിയിലെത്തിയെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. രാജ്യം വിടാൻ സഹായിച്ച സുഹൃത്ത് രാജേഷ് അറസ്റ്റിൽ. രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്തു. എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷം. കളമശ്ശേരിയിൽ ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്ത 28 കേസുകൾ, 10 പേർ ചികിത്സയിൽ. വെങ്ങൂരിലും ആശങ്ക തുടരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നഗരസഭ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറിയുള്ള ശസ്ത്രക്രിയയിൽ ഡോക്ടർമാർക്കെതിരെ കുടുംബം. കുട്ടിയുടെ നാവിന് പ്രശ്നമുണ്ടായിരുന്നുവെന്ന് വാദം തെറ്റ്. അടിയിൽ എന്തോ കണ്ട് അങ്ങനെ ചെയ്തെന്നാ പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോട് പറയണ്ടേ, നമ്മളെ ഒപ്പൊക്കെ ഇട്ട് വാങ്ങണ്ട. അതൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ഒരു കുട്ടിക്കും ഇതുപോലെ സംഭവിക്കരുതെന്നും മാതാവ് കേരള വിഷൻ ന്യൂസിനോട്. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ. പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ യുവാവ്. നടപടി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടു. ജ്ഞാനായ സഭയിൽ പ്രതിസന്ധി. സഭയിൽ പാത്രിയാർക്കീസിന്റെ ഇടപെടൽ. സമുദായ മെത്രാപ്പൊലീത്ത മാർ സെവേറിയോസിനെ സസ്പെൻഡ് ചെയ്തു. ചിങ്ങവനത്ത് അടിയന്തര യോഗം. സംസ്ഥാനത്ത് മഴ ശക്തമാകും. മലപ്പുറത്തും വയനാട്ടിലും ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിൽ ചൊവ്വാഴ്ച വരെ മഴ ശക്തമാകും.